എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ബീഫ് കറി തയ്യാറാക്കി നോക്കണം. ഏത് രുചിയില്ലാത്ത ബീഫും ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വാങ്ങിക്കുന്ന ബീഫിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ നല്ല നെയ്യുള്ള ബീഫ് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് നെയ്യുള്ള ബീഫിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബീഫ് മേടിച്ചിരിക്കുന്നത് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് നെയ്യും അതുപോലെ തന്നെ മാംസമുണ്ട്. അപ്പോൾ ബീഫിൻ്റെ പല പല ഭാഗങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നെയ്യുള്ള ഭാഗം നോക്കി നിങ്ങൾ വാങ്ങുക. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പം മാർബിൾ പോലെ ഇങ്ങനെ വൈറ്റ് ഡിസൈനുള്ള ബീഫാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യും കാണും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമ്മൾ ഈ ഒരു ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇടുകയാണെങ്കിൽ ആ ബീഫ് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്, ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത്. അപ്പോൾ സവാളയും കറിവേപ്പിലയും ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ ബീഫ് ഒരു 3-4 വിസിൽ മതി ഇവിടുത്തെ ബീഫ് വേവാനായിട്ട്. അപ്പോൾ നാട്ടിലെ ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുത്ത് വേവിക്കണം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് ഈ ഒരു ബീഫ് വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം തുറക്കുക. ഇപ്പോൾ പ്രഷറൊക്കെ പോയി നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ കറിയാക്കാൻ നോക്കാം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബീഫ് കറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അപ്പം ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും കടുക് ഇട്ട് പൊട്ടിക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസുകൾ മുഴുവനെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ഏലക്ക, 3 ഗ്രാമ്പു, അതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളി മാത്രം വെച്ചിട്ടും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സവാളയും രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും അതുപോലെ തന്നെ 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉള്ളി ഇട്ട് കൊടുക്കരുത്. ഒരുപാട് ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചതാണ്. അപ്പോൾ ചെറിയ ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക്. അപ്പോൾ ഇത്രയും കൂടെ ചതച്ച് എടുത്തിട്ടുള്ളതാണ്. ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് ചതച്ചതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഇത് വഴറ്റിയെടുക്കുക. പച്ചമണം ഇരിക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് എണ്ണ അധികം എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് മതി. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 3/4 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണവും നന്നായിട്ട് മാറ്റിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ബീഫ് വേവിച്ചതും അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ആദ്യം ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് വേവിക്കുമ്പോൾ ഒരുപാടങ്ങ് വേവിക്കരുത്. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് അത് മൊത്തം പൊടിഞ്ഞു പോകും. അപ്പം ഒരു മീഡിയം ഒരു 1/4 പരുവം വരെ വേവിക്കാം. അതിനുശേഷം ഈ ഒരു അരപ്പിൽ കിടന്ന് ബാക്കി വേവിക്കാം. അപ്പോഴാണ് ഇതിലെ മസാലയെല്ലാം ഈ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത്. ഇപ്പം നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അടച്ച് വെക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടിത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ബീഫ് ഇപ്പോൾ റെഡിയായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഈ ഒരു ബീഫ് കറി ചോറിനും അതുപോലെ തന്നെ എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇവിടെ നമ്മൾ മെയിനായിട്ടൊരു കാര്യമുണ്ട്, തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്ത് നിങ്ങളെന്തായാലും ഇഷ്ടമുള്ളവരിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന തേങ്ങയ്ക്ക് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. പച്ചത്തേങ്ങ ഒരു കനച്ച ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഡിഷസിലും തേങ്ങാക്കൊത്ത് ഇടാറില്ല. നല്ല തേങ്ങ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് തേങ്ങാക്കൊത്ത് ഇടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്